കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് കാടുകുറ്റി എന്നുള്ള ഗ്രാമമാണ് നമ്മുടെ ജന്മദേശം. നമ്മുടെ അമ്മ അധ്യാപികയായിരുന്നു. ആനന്ദവല്ലി എന്നാണ് പേര്. അച്ഛൻ അവിടെ അടുത്ത് മധുര കോട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം നമ്മൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന തന്നെ ശരീരം വിട്ടു. ഒരു സഹോദരിയാണ്, അവരും അധ്യാപികയാണ്. വിവാഹിതയായി മകളും ഒരു മകനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നു. നാട്ടിലെ സ്കൂളിലാണ് നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിരുന്നത്. എയ്ഡഡ് സ്കൂളാണ്, നാട്ടുകാരുടെ തന്നെ മാനേജ്മെൻറ്റിലുള്ള ഒരു എയ്ഡഡ് സ്കൂളാണ്. അന്ന് നമ്മൾ നാട്ടിലെ വായനശാല, സ്കൂളിലെ കലാപരിപാടികൾ, നാടകം, അങ്ങനെയുള്ള സ്കൂൾ യുവജനോത്സവങ്ങളിലെ കലാപരിപാടികളിൽ, പിന്നെ സ്കൂൾ ലീഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സ്കൂളിൽ. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആ കാലത്ത് അവരുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷകളും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക, പ്രൊജക്റ്റുകളിലൊക്കെ പങ്കെടുക്കുക. പിന്നെ അവരുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മേഖലാതലം വരെയുള്ള ഭാരവാഹിത്വം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അതിനുശേഷം പ്രീ ഡിഗ്രി നമ്മൾ ക്രൈസ്റ്റ് കോളേജിൽ, ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടാണ് ക്രൈസ്റ്റ് കോളേജിൽ. ആ സമയത്ത് നമ്മൾ വളരെ സജീവമായിട്ട് ക്യാമ്പസ് തിയേറ്ററിൻ്റെ ഭാഗമായിരുന്നു. കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട പല നാടക പ്രൊഡക്ഷനുകളുടെയും ഭാഗമായിരുന്നിട്ടുണ്ട് ക്യാമ്പസ് തിയേറ്റർ എന്നുള്ള നിലയിലുള്ളതിൽ. ചേർപ്പ് നാട്ടരങ്ങ് എന്ന് പറയുന്ന ഒരു വലിയ നാടക ഗ്രൂപ്പുണ്ട്. അതിലെ ശശിധരൻ നടുവിൽ എന്ന് പറയുന്ന ആളായിരുന്നു നമ്മളുടെ ആ സമയത്ത് ഒരു നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട നമ്മളൊരു മാർഗദർശകനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലായിരുന്നു അന്ന് ക്യാമ്പസ് തിയേറ്റർ പ്രൊഡക്ഷനുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തനത്തിൽ വരികയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അതോടൊപ്പം തന്നെ ഇരിഞ്ഞാലക്കുട അതിൻ്റെ ഒരു ഏരിയ ഭാരവാഹിത്വത്തിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം ക്രൈസ്റ്റിൽ നിന്ന് മാറി നമ്മൾ ഒരു ചാലക്കുടി റിവർ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പഠനത്തിൻ്റെ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഒരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിൻ്റെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടൊരു ചാലക്കുടി പുഴയുടെ മുഴുവൻ റിവർ ബേസിൻ, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ജൈവ വൈവിധ്യം തുടങ്ങിയവയെല്ലാം മാപ്പ് ചെയ്യുക, പഠനം നടത്തുക എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിരുന്നു. ഒപ്പം തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക്കിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ചെറിയ കോഴ്സ് ആ സമയത്ത് നടന്നിരുന്നു. പോളിടെക്നിക്കിൽ ഒരു കോഴ്സ് നടന്നിരുന്നു. ആ കോഴ്സിൽ നമ്മൾ ഇത് ചെയ്യായിരുന്നു. ഹിമ ബാബു എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അന്ന് അവിടുത്തെ ഇൻസ്ട്രക്ടർ ആയിരുന്നത്. അതിനുശേഷം കേരളോർമ്മ കോളേജിൽ ഡിഗ്രി, അത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ അവിടെ തന്നെ. CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള അഴീക്കോട് സ്മാരക മന്ദിരത്തിലാണ് ആ സമയത്തൊക്കെ നമ്മൾ താമസിച്ചിരുന്നതൊക്കെ. SFIയുടെ കേരളോർമ്മ യൂണിറ്റ് സെക്രട്ടറി, തൃശ്ശൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള നിലകളിലാണ് അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. ജില്ലാ സെൻറ്ററിൻ്റെ ഭാഗമായിരുന്നു. ഒരുപാട് സമരങ്ങൾ, ആ സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള കേസുകൾ, പല രാഷ്ട്രീയ പോലീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ, കേസുകളുടെ ഭാഗമായിട്ടുള്ള ജയിൽവാസം, ഇതൊക്കെ ആ സമയത്ത് അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒരു സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അന്ന് കേരള പ്രസ് അക്കാഡമി, ഇന്നത് മീഡിയ അക്കാഡമിയാണ്, പ്രസ് അക്കാഡമിയിൽ ജേർണലിസത്തിന് ജോയിൻ ചെയ്യുകയും, അങ്ങനെ അന്ന് ഒരു വർഷത്തെ കോഴ്സായിരുന്നു. ജേർണലിസം ഗോൾഡ് മെഡലോട് കൂടിയിട്ട് പാസ്സായി. പിന്നെ മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായി. മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായിരുന്നൊരു കാലത്താണ് നമ്മൾ ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഹൈക്കോടതിയാണ് മാതൃഭൂമിയിൽ പ്രധാനമായിട്ടും കോടതി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അധികം നോക്കിയിരുന്നത്. അപ്പോൾ കുറച്ച് ഒഴിവ് സമയം ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ഈ സ്പിരിച്വൽ പ്രോഗ്രാമുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയാത്തൊരു വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനാ പ്രവർത്തന കാലത്ത് ഒരു കേസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന, സമരവും കേസും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ ആദ്യത്തെ കുംഭമേള സംഭവിക്കുന്നത്. 2001 ഈ പ്രയാഗ്രാജിലുള്ള കുംഭമേള. അന്ന് ഏകദേശം ഒരു 14ഓളം കേസുകൾ വന്ന് അതിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ വക്കീലിൻ്റെ ഒരു ഉപദേശം കുറച്ച് നാളൊന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പത്രത്തിൽ ഒരു ചെറിയ കോളം വാർത്ത, ഇന്നത്തെ പോലെ വലിയ വാർത്തയൊന്നുമല്ല, ഒരു ചെറിയ കോളം ഉൾപേജിലുള്ള വാർത്ത കാണാണ് പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നു. ഒരു കൗതുകത്തിൽ അവിടെ നിന്ന് ട്രെയിനിൽ കയറി
റെയിൽവേ സ്റ്റേഷനിൽ വന്നു, കിട്ടിയ ട്രെയിനിന് കയറി എന്നുള്ള രീതിയിലാണ്, ബുക്ക് ചെയ്തിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ വന്നിറങ്ങുന്ന ഒരു രാത്രിയാണ് വന്നിറങ്ങുന്നത്. രാത്രി വന്നിറങ്ങുമ്പോൾ വലിയ ലൈറ്റുകളും മറ്റുള്ള കാര്യങ്ങളും ശബ്ദവും കാര്യങ്ങളും ഒക്കെ നിൽക്കുകയാണ്. ആ സമയത്ത് കാലാവസ്ഥ ഇതേപോലെ എല്ലാ സമയത്തും കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എന്താണ് കുംഭമേള, എന്താണ് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് സന്യാസിമാർ അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ശിബിരങ്ങൾ, ഒരുപാട് ശിബിരങ്ങൾ, ടെൻറ്റുകൾ, കാര്യങ്ങളുണ്ട്. പല സ്ഥലത്തും പല പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി നമ്മളെങ്ങനെ ക്ഷണിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുക. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ എവിടെ താമസിക്കും, ഇപ്പം ഇവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഇപ്പം അങ്ങനെ ഒരു ആശ്രമങ്ങളുടെ ടെൻറ്റിൽ ചെന്ന് താമസ സൗകര്യം അഭ്യർത്ഥിക്കുക, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നോക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഒരു 2 കെട്ട് പുല്ലും കുറച്ച് ചാണകവേറലയും കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരൊരു വലിയ കൂട്ടമായിട്ട് സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് പോവുക. അപ്പോൾ ഇവരിത് എന്ത് ചെയ്യണമെന്ന് നോക്കുമ്പോൾ അവർ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത്, ഈ മണൽപ്പുറത്ത് ഒഴിഞ്ഞൊരു സ്ഥലത്ത് നോക്കിയിട്ട് ഇവർ ഈ പുല്ല് വിരിക്കുന്നു, അതിന് മീതൊരു ഷീറ്റ് വിരിക്കുന്നു. ഈ ചൂടകറ്റാൻ വേണ്ടിയിട്ട് ഈ ചാണകവേറൽ പുതച്ച് അവിടെ കിടന്നുറങ്ങുകയാണ്. നമ്മളും അതുപോലെ അന്ന് 5 രൂപയായിരുന്നു ഈ 2 കെട്ട് പുല്ലും ഒരു കെട്ട് ചാണകവേറലേക്കും കൂടി. നമ്മളും 5 രൂപ കൊടുത്ത് 2 കെട്ട് പുല്ലും ചാണകവേറലയും വാങ്ങിച്ച് ഈ ഗംഗാതീരത്ത് അത് വിരിച്ച് കിടന്നുറങ്ങി. അങ്ങനെ 5 ദിവസവും നമ്മളിവിടെ 5 ദിവസമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. 5 ദിവസം ഗംഗാതീരത്ത് ആ രീതിയിൽ കുംഭമേളയിൽ പങ്കെടുത്തു. ഭക്ഷണം പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ പല ആശ്രമങ്ങളിലുള്ള അന്നദാനങ്ങളും കഴിച്ചും ഗംഗയിൽ കുളിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ കാശിയിലേക്ക് പോയി. കാശിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കും പോകാണ്ടായിരുന്നു. പിന്നെ മാതൃഭൂമിയിൽ വരുമ്പോഴാണ് ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു ധാരയിലേക്ക് കൂടുതലായിട്ട് നമ്മൾ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു കൊടുക്കും. അപ്പം അതും ഈ ഉത്തരഭാരതത്തിലുള്ള ആശ്രമങ്ങളിലുള്ള അവിടെ നടക്കുന്ന ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതുവരെ നമ്മൾ മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭാരതീയ സംസ്കാരത്തെ അല്ലെങ്കിൽ അതിലെ ശാസ്ത്രഗ്രന്ഥങ്ങളെയൊക്കെ മനസ്സിലാക്കിയതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതകൾ നമുക്ക് അനുഭവപ്പെട്ടു. അത് ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ നിന്ന് ഭിന്നമായിട്ട് അതിലെ ഓരോ കഥകളുടെയും പുറകിലുള്ള തത്വത്തെക്കുറിച്ചും ആ ഒരു ശാസ്ത്രത്തെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാവ്യാവിഷ്കാരമായിട്ട്, ഒരു കലാവിഷ്കാരമായിട്ട് പ്രകടിപ്പിക്കുന്നതിലുള്ള ഭംഗിയെക്കുറിച്ചും. കാരണം നമ്മൾ സാധാരണ ഒരു കഥ, ഒരു നോവലിൽ ഒരു പേര് ഇടുന്നു എന്ന് പറയുമ്പോൾ ഒരു പേര് മാത്രമാണ്. പക്ഷേ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഒരു പേരിലാണ് ആ പേരിൻ്റെ എന്താണ് എന്നുള്ളതിൻ്റെ മുഴുവൻ തത്വവും ഒളിച്ചു വച്ചിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ അതിൻ്റെ അന്വേഷണങ്ങൾ തുടങ്ങി. നമ്മൾ ഈ 2001 കുംഭമേളയ്ക്ക് ശേഷം നമ്മളൊരു കുറച്ചൊരു കൗതുകം കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഇതുകൊണ്ടും നമ്മൾ എല്ലാ കുംഭമേളകളിലും പിന്നീട് അറ്റൻഡ് ചെയ്യാറുണ്ട്. നാസിക്, ഹരിദ്വാർ, ഉജ്ജയിനി, അങ്ങനെയുള്ള എല്ലാ കുംഭമേളകളിലും അറ്റൻഡ് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ നമ്മളുടെ ആ ഒരു തരത്തിലുള്ളൊരു പരിചയങ്ങളും വിപുലമായി വന്നു. നമ്മൾ 2010 ഹരിദ്വാർ കുംഭമേളയിൽ വെച്ചിട്ട് അന്ന് നിരഞ്ജിനി അഖാഡയുടെ മഹാമണ്ഡലേശ്വരും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്വതയുണ്ട്, ഏറ്റവും വലിയ മഹാത്മാവായിട്ട് മാനിക്കപ്പെട്ടിരുന്ന, ജന്മം കൊണ്ട് കേരളീയനായിട്ടുള്ള കാശികാനന്ദഗിരി മഹാരാജിൽ നിന്നാണ് ഞാൻ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത് ഹരിദ്വാർ കുംഭമേളയിൽ. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 2013 പ്രയാഗ്രാജ് കുംഭമേള തൊട്ട് നമ്മൾ കുറച്ചുകൂടി അഖാഡകളുടെ ഭാഗമായി. കാരണം ഒരു 2 തരത്തിലുള്ള സമ്പ്രദായങ്ങളാണ്, 2 മാർഗങ്ങളാണ്, 2 പന്ഥാവുകളാണ് സന്യാസത്തിൻ്റെ വഴിയിൽ ഭാരതത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മഠങ്ങളിൽ പഠിച്ച് ആ രീതിയിലുള്ള ഒരു വഴിയും, 2 അഖാഡകളിലൂടെയുള്ള വഴിയും. മഠങ്ങളിലെ സമ്പ്രദായം ജ്ഞാനപന്ഥികൾ എന്നാണ് പറയുക, അറിവിൻ്റെ മേഖലയിലാണ് അത് വ്യാപരിക്കുക. പിന്നെ ശാസ്ത്രധാരികൾ, ശാസ്ത്രം ധരിച്ചവർ എന്ന് പറയും. അഖാഡകളിലാണെങ്കിൽ സാധനാപന്ഥികളാണ്, സാധനയാണ് പ്രധാനം. ഇന്ന് തപസ് ചെയ്യുന്ന സന്യാസിമാർ ഇപ്പോഴും നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അഖാഡകളിലാണ്. പിന്നെ നമ്മളുടെയൊക്കെ തന്നെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നർമ്മദയുടെ മുകളിലുള്ള കാട്ടിൽ 1 വർഷം ഇരിക്കുക, അല്ലെങ്കിൽ 2 വർഷം ഇരിക്കുക. അത് ഗുരു പറയും, ഞാൻ ഇനി തിരിച്ചു വരുന്നവരെ ഇരിക്കുക എന്നാണ്. നല്ല മഞ്ഞുകാലത്ത് ഹിമാലയത്തിൻ്റെ മുകളിൽ, നല്ല വേനൽക്കാലത്ത് നമ്മൾ ചുറ്റും ചാണകവിരൽ കൂട്ടിയിട്ട് ഉദയം തൊട്ട് അസ്തമയം വരെ അഗ്നിയുടെ നടുക്ക്, ഇത്തരത്തിലൊക്കെയുള്ള പരിശീലനങ്ങളുണ്ട്. പരിശീലനങ്ങൾ കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ 10-12 വർഷമൊക്കെ ആ ഒരു കുംഭമേള തൊട്ടടുത്ത കുംഭമേള വരെ അത്തരം തപശ്ചര്യയിൽ തുടർച്ചയായി കഴിയുന്ന ആളുകളുണ്ട്.
അപ്പം അങ്ങനെ ഒരു തപസ്സിൻ്റെ മേഖല ഇപ്പോഴുള്ളത് അഖാഡയിലാണ്. അതാണ് സാധനാപന്ഥികൾ എന്ന് പറയുന്നത്. പിന്നെ ശാസ്ത്രത്തിന് പകരം ശസ്ത്രമാണ്, ആയുധമാണ് അഖാഡകളിലെ സന്യാസിമാർ ധരിക്കുന്നത്. ധർമ്മപ്രചരണവും ധർമ്മ സംരക്ഷണവുമാണ് അഖാഡകളിലെ സന്യാസിമാരുടെ ധർമ്മം. അപ്പം അതിനു വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുന്നതിന് കൂടി തയ്യാറായിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ അഖാഡകളുടെ ഒരു ആരംഭത്തെക്കുറിച്ച്. അഖാഡകൾ 13 അഖാഡകളാണ്. 13 അഖാഡകളിൽ 7 അഖാഡകൾ സന്യാസി അഖാഡകൾ എന്ന് പറയും. ശങ്കരാചാര്യർ സ്ഥാപിച്ച ദശനാമി പരമ്പരയിലുള്ളവരാണ്. അതിൽ അഗ്നി അഖാഡ മാത്രം ബ്രഹ്മചാരിമാരുടെയാണ്. ബാക്കി 6 അഖാഡകൾ സന്യാസി അഖാഡകൾ. അതിലേറ്റവും പഴയതും ഏറ്റവും വലുതുമാണ് നമ്മൾ അംഗമായിരുന്ന ശ്രീപഞ്ച ദശനാം ജൂന അഖാഡ എന്ന് പറയുന്നത്. പിന്നെ നിരഞ്ജിനി, നിർവാണി, ആനന്ദ്, ആവാഹൻ, അടൽ, ഇത്രയും അഖാഡകൾ. ആ അഖാഡകളിലെ സന്യാസിമാരെയാണ് നാഗാ സാധുക്കൾ എന്നും പറയും. അപ്പം അഖാഡയുടെ ദേവത, ജൂന അഖാഡയുടെ ദേവത ദത്താത്രേയനാണ്. ആദിത്യ അഖാഡയാണ്. അദ്ദേഹം ദിഗംബരനാണ്. സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതും നമ്മൾ വസ്ത്രമടക്കം എല്ലാം ഗംഗയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ്. അപ്പം ആ ദീക്ഷ, സന്യാസ ദീക്ഷയുടെ ഒരു ഇതിലും ദിഗംബരനായ ദത്തൻ്റെ പാതയിലുമാണ് അഖാഡകളിലെ നാഗാ സാധുക്കൾ ദിഗംബരന്മാരായി ഭസ്മധാരികളായി മേളയിലെ രാജകീയ കുംഭമേളയിൽ പങ്കെടുക്കുന്നതും അഖാഡകളുടെ ചടങ്ങുകളിലിരിക്കും. എന്നാൽ ജീവിതകാലം മുഴുവൻ തന്നെ ആ ദിഗംബര രീതിയിൽ ജീവിക്കുന്ന സാധുക്കളുമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അഖാഡകളുടെ, നമുക്ക് ഒരു സാത്വിക പ്രകൃതത്തെക്കാൾ കൂടുതൽ നമ്മളുള്ളത് ഒരു രാജസ പ്രകൃതമാണ് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ് നമ്മൾ മഠങ്ങളിലുള്ള ഒരു പരമ്പരയേക്കാൾ കൂടുതൽ അഖാഡകളിലേക്കുള്ള നമ്മളൊരു ശ്രദ്ധ വന്നത്. 2013 പ്രയാഗ് കുംഭമേള തൊട്ട് നമ്മൾ അഖാഡയുടെ ഒരു ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പരിശീലനങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെട്ടു. പിന്നെ അർദ്ധകുംഭിലാണ് നമ്മൾ അഖാഡയിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്, പ്രയാഗിലെ തന്നെ അർദ്ധകുംഭിൽ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിൽ ശ്രമിച്ചൊരു കാര്യം, ദക്ഷിണ ഭാരതത്തിൽ സന്യാസത്തിൻ്റേതായിട്ടുള്ളൊരു ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കുംഭമേളകൾക്ക് ഇടയ്ക്കുള്ള സമയത്ത് ഉത്തര ഭാരതത്തിലൊക്കെ ബഹുഭൂരിപക്ഷം സന്യാസിമാരും പരിവ്രതനം ചെയ്യുകയാണ്. ഭിക്ഷ എടുത്തുകൊണ്ട് ഓരോരോ തീർത്ഥസ്നാനങ്ങളിൽ സഞ്ചരിക്കും. ഓരോരോ സ്ഥലങ്ങളിൽ ധർമ്മത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രചാരണവും കാര്യങ്ങളും. ഇത് സന്യാസത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള, ഇപ്പോൾ സന്യാസിക്ക് പൊതുവിൽ നമ്മുടെ കേരളത്തിലുള്ളൊരു ഭാഷയാണ് പണിയെടുത്ത് ജീവിച്ചൂടെ. സന്യാസിയോളം പണിയെടുക്കുന്ന ഒരാൾ വേറെ ഇല്ല. കാരണം ഇപ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ വരുന്ന ഫോൺ കോളുകൾ തന്നെ ഒരു 10-100 പേരാണ്. ഇന്ന് വലിയ ഫീസ് വാങ്ങി നടത്തുന്ന കൗൺസിലിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ. ഇതൊക്കെ ഈ ആധ്യാത്മിക രംഗത്തിരിക്കുന്നവർ ചെയ്യുന്നത്ര വേറെ ആരും ചെയ്യുന്നില്ല. അതുപോലെ പല രീതിയിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇപ്പോൾ കോവിഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള സംഗതികളൊക്കെ വരുമ്പോൾ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്തിരിക്കുന്നത് ആശ്രമങ്ങളിൽ നിന്നുള്ള ഇതാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ മുമ്പ് രാമകൃഷ്ണ മഠത്തിലെ സിദ്ധിനാരായണ സ്വാമിജി പറഞ്ഞു എന്നുള്ളൊരു സംഗതിയുണ്ട്. നിവൃത്തി മാർഗത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസം സ്വീകരിച്ചത്. പക്ഷെ ഇപ്പൊ പ്രവൃത്തി കൊണ്ടൊരു നിവൃത്തി ഇല്ലാതായി. മേളയിലെ സ്നാനം ചെയ്യുന്നത്, സ്നാനത്തിൽ പങ്കെടുക്കുന്നത് ഭാരതത്തിലെ മൊത്തം പരമ്പരകളെ അപേക്ഷിച്ച് ഒരു 13 അഖാഡകൾ മാത്രമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സന്യാസി അഖാഡകൾ, പിന്നെ 3 അഖാഡകൾ വൈഷ്ണവ പാരമ്പര്യത്തിലുള്ള വൈരാഗ്യ അഖാഡകൾ, 3 അഖാഡകൾ സിഖ് ട്രഡീഷനും കൂടി ചേർന്ന് വരുന്ന ഉദാസീൻ അഖാഡകൾ. ആ അഖാഡകളിൽ അസോസിയേറ്റ് ചെയ്ത അതാത് പാരമ്പര്യങ്ങളിലുള്ള ആശ്രമങ്ങൾ, അഖാഡകൾ നേതൃത്വമായി കരുതുന്ന മഹാമണ്ഡലേശ്വരന്മാര്, മഹന്തക്കൾ, ശ്രീ മഹന്തക്കൾ, ഇത്രയും പേര് ചേർന്നിട്ടുള്ള ഒരു പങ്കാളിത്തമാണ് മേളയുടെ സ്നാനത്തിൽ ഒക്കെ അതിൻ്റെ ഒരു നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ അതിലൊന്നും പങ്കാളിത്തമില്ലാത്ത എല്ലാ പരമ്പരകളും ഇവിടെ വരുന്നു. 2 മാസം ശിബിരമായിട്ട് താമസിക്കുന്നു. അവരുടേതായിട്ടുള്ള ക്ലാസ്സുകൾ, ആധ്യാത്മിക സാധനങ്ങൾ, യജ്ഞങ്ങളെല്ലാം നടത്തുന്നു. ചുരുങ്ങിയത് ഒരു ദിവസം ഒരു സമയത്ത് 1 ലക്ഷം ആധ്യാത്മിക യജ്ഞങ്ങളെങ്കിലും ഈ ഭൂമിയിൽ നടക്കുന്നു. അതിൽ 3 ലക്ഷത്തോളം ആശ്രമങ്ങളുടെ ശിബിരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 1/3 സ്ഥലത്തെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യക്രമം നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള, അതായത് ചരതീർത്ഥവും അജരതീർത്ഥവും ഇതുപോലുള്ളൊരു യാഗയജ്ഞഭൂമിയും എല്ലാം ചേർന്നൊരു സംഗമമാണ്. ഒപ്പം അതിൽ അമൃതിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, അമൃതിന്റെ സാന്നിധ്യം ഭൗതികമായിട്ട് നമ്മൾ തീർത്ഥസ്നാനം എന്ന് പറയുന്ന ഒരു സംഗതി ഇരിക്കുമ്പോൾ തന്നെ ആന്തരികമായിട്ട് അവനവനിലുള്ളിലുള്ള അമരത്വത്തെ തേടിയിട്ടുള്ള ഒരു യാത്ര കൂടിയാണ്. യോഗ പന്തിലൊക്കെ അവൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉയരത്തിലേക്കുള്ള ഒരു യാത്രയുടെ ഒരു മാർഗം കൂടിയാണ്.
ഈ ശുദ്ധാശുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് മോശം ഒന്ന് നല്ലത് എന്ന് ജനറലി ഒരു ചിന്ത വരും. അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് ശുദ്ധി വേറെ സ്ഥലത്ത് അശുദ്ധിയാണ്. ശ്മശാനം പൊതുവിൽ നമ്മൾ ദേവതാ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ശ്മശാനം സ്വതവേ നമുക്കൊരു ദേവതാ സങ്കേതമാണ്, ഏറ്റവും ശക്തിയുള്ള ദേവതാ സങ്കേതമാണ്. കാശിയിൽ മണികർണിക ശക്തിപീഠവുമാണ്, ഭാരതത്തിലെ ഏറ്റവും വലിയ ശ്മശാനവുമാണ്, ശ്മശാനനാഥന്റെ ആവാസ കേന്ദ്രമാണ്. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തിരുവല്ലാമല ഐവർ മഠം അതുപോലത്തെ ഒരു കേന്ദ്രമാണ്. ഒരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പിടേണ്ടടുത്ത് ഉപ്പും പഞ്ചസാര ഇടേണ്ടടുത്ത് പഞ്ചസാര ഇടണം, ഉപ്പിടേണ്ടടുത്ത് പഞ്ചസാര ഇടാൻ പാടില്ല, പഞ്ചസാര ഇടേണ്ടടുത്ത് ഉപ്പ് ഇടാൻ പാടില്ല. ആർത്ഥതയില്ലാതെ ഒരു സമാജത്തെ സേവിക്കുന്ന ആളുകളെ ഒട്ടും മാനിക്കാത്ത ഒരു രീതിയാണ് കേരളം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണം. സന്യാസത്തെ ആദരിക്കുന്ന രീതിയിലുള്ളൊരു സംസ്കൃതി കേരളം കേന്ദ്രമാക്കി ദക്ഷിണ ഭാരതത്തിലും വേണം എന്നുള്ളൊരു ആലോചനയെ തുടർന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള ചില ശ്രമങ്ങൾ നടത്തി വരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുംഭമേളയിൽ ഇപ്പോൾ സന്യാസിമാരിങ്ങനെ തമാശ പറയാറുണ്ട്. ശങ്കരാചാര്യർ വന്ന് സന്യാസത്തെ ഒരു വ്യവസ്ഥ ചെയ്തു, കുംഭമേളയൊക്കെ പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ സന്യാസിമാരിങ്ങനെ പറയുന്നതാണ്, കേരളത്തിൽ നിന്ന് ഒരാൾ വന്ന് നമ്മളൊക്കെ പണിയെടുപ്പിക്കുന്ന ഒരു അവസ്ഥയിലെത്തി, അതൊക്കെ സംഘടിപ്പിക്കാൻ. പിന്നെ ഒരു മലയാളി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം വരുന്നു അല്ലെങ്കിൽ കുളിക്കുന്നു പോകുന്നു എന്നുള്ളതല്ല. കുംഭമേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ വരുന്ന യാത്രികർക്ക്, തീർത്ഥാടകർക്ക്, ഇവിടെ വരുന്ന സന്യാസിമാർക്ക് ഒക്കെ എന്തെങ്കിലും സൗകര്യങ്ങൾ, സേവ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തരത്തിലൊരു ശിബിരം ചെയ്യാനോ അതിനു വേണ്ടിയിട്ടുള്ള സേവ ചെയ്യാനോ ഒന്നും കേരളത്തിൽ നിന്നുള്ള ആശ്രമങ്ങളോ ക്ഷേത്രങ്ങളോ ഒന്നും ഇതുവരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പല സമയത്തും പലരുമായിട്ട് സംസാരിച്ചൊക്കെ വന്നിരുന്നു. പക്ഷെ ഈ കുംഭമേളയിൽ നമ്മൾ തന്നെ നേരിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കേരളത്തിലെ ആളുകളോടും വിവിധ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. ഇപ്പോൾ വലിയ രീതിയിൽ മുമ്പൊക്കെ ഒരു 200 പേര് 300 പേരൊക്കെയാണ് കേരളത്തിൽ നിന്ന് കുംഭമേളയിലേക്ക് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസം അതിൽ കൂടുതൽ ആളുകൾ വരുന്ന അവസ്ഥയിലായി. നമ്മളുടെ ഒരു കണക്കനുസരിച്ച് ഏകദേശം ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെ ഈ കുംഭമേളയിൽ തവണ പങ്കെടുക്കും. പ്രത്യേകം ബസ് ബുക്ക് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥം പ്രയാഗ്രാജാണ്. ഭാരതത്തിൽ തീർത്ഥരാജ് എന്നാണ് പറയുക. അത് അജരതീർത്ഥം എന്നുള്ള നിലയ്ക്ക് പറയും. സ്ഥിരമായിട്ടുള്ളത് ക്ഷേത്രങ്ങൾ, ഇതുപോലുള്ള നദികൾ, ഇതെല്ലാം അജരതീർത്ഥം. ചരതീർത്ഥമാണ് സാധുസന്ത് മഹാത്മാക്കൾ, സന്യാസി ശ്രേഷ്ഠം. അപ്പൊ അതില് എല്ലാ പരമ്പരകളും, ഭാരതത്തിൽ എന്തൊക്കെ പരമ്പരകളുണ്ടോ ആ പരമ്പരകളിലെ മുഴുവൻ ആചാര്യന്മാരും മഹാത്മാക്കളും ഇവിടെ അവരുടേതായിട്ടുള്ള ആധ്യാത്മിക സാധനങ്ങൾ, യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പം 4 സ്ഥലങ്ങളിലായിട്ടാണല്ലോ കുംഭമേള. അപ്പം ഓരോ സ്ഥലത്തിന് ഇപ്പം സ്വാമിജിനോട് മുമ്പ് പറഞ്ഞിരുന്നു ആ പ്രത്യേകതകളുണ്ടല്ലോ. ഇപ്പോൾ ഹരിദ്വാരം നടക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, നാസിക്കിലേത് അതുപോലെ ത്രിംബകേശ്വർ, പിന്നെ ഉജ്ജയിൻ, പ്രയാഗ്. ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ പറയാം ഓരോ സ്ഥലത്തിൻ്റെ. അത് നമ്മുടെ അഖാഡകളെ സംബന്ധിച്ചിടത്തോളം അഖാഡകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുംഭമേള പ്രയാഗ്രാജ് കുംഭമേളയാണ്. അഖാഡകളുടെ പ്രധാനപ്പെട്ട പട്ടാഭിഷേകങ്ങൾ, ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ്, ഏറ്റവും കൂടുതൽ ദീക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പ്രയാഗ്രാജ് കുംഭമേളയിലാണ്. ദീക്ഷാക്രമത്തിലാണെങ്കിൽ പ്രയാഗ്രാജ് കുംഭമേളയെ രാജരാജേശ്വരി കുംഭ് എന്നാണ് പറയുക. ഹരിദ്വാറിലാണെങ്കിൽ ബർഫാനി കുംഭ് എന്നാണ് പറയുക. അവിടെ ദീക്ഷ എടുക്കുന്നവർ ബർഫാനി ബാബമാരാണ്. ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട മഞ്ഞിൻ്റെ ഒരു തപസ്സിൻ്റെ ഒരു ഇതാണ്. ഉജ്ജയിനിലാണെങ്കിൽ ധൂനി ബാബ എന്നാണ് പറയുക, ഉജ്ജയിനിലെ ലക്ഷ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. നാസിക്കിലാണെങ്കിൽ ഗിച്ചടി, അതിൻ്റെ ക്ഷേത്രം, വയലുകൾ, ക്ഷേത്ര ഭൂമികൾ, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നാസിക് കുംഭ്. യോഗമാർഗത്തിൽ ഇത് നമ്മുടെ നാസികയിലൂടെയുള്ള നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് കയറി വന്ന് പ്രയാഗിൽ ഇടപിംഗള നാടികളിൽ കൂടെയുള്ള നമ്മുടെ ത്രിവേണി സംഗമമാണ് ഇവിടെ. ഈ സംഗമത്തെ ഇടപിംഗള സുഷുമ്ന 3 നാടികൾ, അങ്ങനെ ഹരിദ്വാരത്തിലേക്ക് നമ്മുടെ മോക്ഷഭാവത്തിലേക്ക് കയറുന്ന ഒരു സാധനാപന്ഥായിട്ട് യോഗ ഇതിൽ പറയും. അപ്പം അതങ്ങനെയാണ് ക്രമം. നാസിക്, ഉജ്ജയിനി, ഹരിദ്വാർ, പ്രയാഗ്, ഈ രീതിയിലാണ് അതിൻ്റെ ക്രമം പോകുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഈ 4 സ്ഥലത്തുള്ള കുംഭമേളകളെ സംബന്ധിച്ചിട്ടുണ്ട്. ഏറ്റവും അതിന് ജ്യോതിശാസ്ത്രപരമായിട്ട് വ്യാഴത്തിൻ്റെ ഗ്രഹനിലയാണ് ഓരോ സ്ഥലത്തുള്ള കുംഭമേളകളെ നിശ്ചയിക്കുന്നത്. ഇവിടെ ധർമ്മത്തെ പിന്തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മം, നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ ഗതിയെ നിശ്ചയിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ചേർന്നതാണ്.